ഹായ്. ഉം, എനിക്ക് പോസ്റ്റ് മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ എടുക്കാം. ഉം, ഉം, ഞാൻ പറഞ്ഞിട്ടുണ്ടായി, അതായത് പ്രൈസ് ഒരു വീക്ക്ലി ഓർഡർ ബ്ലോക്ക് എടുത്തു കഴിഞ്ഞിട്ട് 4 ഹവറിൽ 50 കിട്ടിയതിന് ശേഷം ഈ റേഷൻ ബ്ലോക്കിൻ്റെ പ്രൈസ് വന്ന് പ്രൈസ് വീണ്ടും മുകളിലേക്ക് പോയി ട്രേസ് ചെയ്ത് താഴത്തേക്ക് വന്നിട്ട് പ്രൈസ് വീണ്ടും അവിടെ ക്ലോസ് ചെയ്ത് വന്നിട്ട് ഇന്ന് ഡേ ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ ഒരു ഡെയിലിയിൽ റേഷൻ ബ്ലോക്ക് ഉണ്ടായ പ്രൈസ് ആ ഒരു രീതിയിലായിട്ട് വന്ന് പിന്നെ ഇത് 4 അവർ റേഷൻ ബ്ലോക്ക് ഉണ്ടായിരുന്നു, പ്രൈസ് ആ ഒരു രീതിയിലായിട്ടും വന്നു. ദെൻ നമുക്ക് ഫസ്റ്റ് ഷിഫ്റ്റ് കിട്ടേണ്ടത് 50 മിനിറ്റിലാണ്. 1 മണിക്ക് മുന്നേ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്ഷൻ കിട്ടി, അങ്ങനെ ഇപ്പോൾ നമുക്ക് ഓപ്പണിൽ റൈസ് ആൻഡ് ലിക്വിഡിറ്റി മാനിപ്പുലേഷൻ എൻ്റർ ചെയ്യാം. പക്ഷേ ഇവിടെ 1 മണിക്ക് മുന്നേ മാനിപ്പുലേഷൻ, അതായത് കൺഫർമേഷൻ കിട്ടിയിട്ടില്ല, വേറെ കൺഫർമേഷൻ പിന്നെ കിട്ടിക്കഴിഞ്ഞിട്ട് പ്രൈസ് താഴത്തേക്ക് വന്ന് പിന്നെ ഡെയിലിയിലും കൂടി കിട്ടിയേക്കണ കാരണം നമുക്ക് പിന്നെ 1 അവറിലും കൂടി കിട്ടണം. അപ്പോൾ അത് കഴിഞ്ഞ് 1 മണിയുടെ ക്യാൻഡിൽ 1 അവറിൻ്റെ ഇവിടെ വരെ വന്ന് അത് കഴിഞ്ഞിട്ട് പ്രൈസ് ആ ഒരു 1 അവർ FEG ഇവിടെ 1:45 താഴെ ക്ലോസ് ചെയ്തായിരുന്നെങ്കിൽ നമുക്ക് 2 മണിക്ക് റീസെൻ്റ് ലിക്വിഡിറ്റി ഇമിറ്റേഷൻ എൻട്രി ചെയ്യായിരുന്നു. പക്ഷേ ഇവിടെ ഈ 1:45 ക്യാൻഡിൽ ക്ലോസ് ചെയ്തത് ഒരു അപ്പ് ക്ലോസ് ക്യാൻഡിലായിപ്പോയി. ഡൗൺ ക്ലോസ് ക്യാൻഡിലാണിതെങ്കിൽ അവിടെ ഇത് 1 അവർ IFEG കിട്ടിയാണ് ഈ 1 മണിയുടെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ. അങ്ങനെ ആയിരുന്നെങ്കിൽ അവിടെ ഒരു റീസൺ മിറ്റിഗേഷൻ 50 മിനിറ്റ് ലിക്വിഡിറ്റി മിറ്റിഗേഷൻ സെല്ല് ചെയ്യായിരുന്നു താഴത്തേക്ക്. എവിടെ വരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രീ മാർക്കറ്റ് എടുത്തപ്പോൾ ഈ ഒരു 4 അവർ റിയാക്ഷൻ ബ്ലോക്ക് വരെ. എന്നാൽ 1:2 അതിൽ കൂടുതൽ ഉണ്ടാകുന്ന പക്ഷേ നമ്മൾ 1:2 മാത്രമേ എടുക്കുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് 2 മണിയുടെ ക്യാൻഡിൽ മാർക്കറ്റ് ഷിഫ്റ്റ് 1 അവറിൽ കിട്ടിക്കഴിഞ്ഞിട്ട് ഒരു റീസെൻ്റ് ലിക്വിഡിറ്റി ചെയ്യുന്ന സെല്ലാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷേ അവിടെയും സംഭവിച്ചത് കാണിച്ചത് ഇവിടെ 2:45 2:45 ക്യാൻഡിൽ 1 അവർ അവിടെ IFEG തന്ന്. പക്ഷേ നമുക്ക് പിന്നെ ഒരു ട്രേഡിലായിട്ട് എൻ്റർ ചെയ്യണമെങ്കിൽ അത് 1 അവർ സെൽ കൺഫർമേഷൻ കിട്ടി. എന്നിട്ട് നമുക്ക് പിന്നെ അത് എൻ്റർ ചെയ്യണമെങ്കിൽ ഒരു ലിക്വിഡിറ്റി ഇമിറ്റേഷൻ വേണ്ടേ. ലിക്വിഡിറ്റി ഇമിറ്റേഷൻ പിന്നെ റീസെൻ്റ് ലിക്വിഡിറ്റി ഉള്ളത് ഇവിടെയാണ്. അതായത് ഇത് 1 അവർ IFEG, പിന്നെ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, പിന്നെ ഇത് റിജക്ഷൻ ബ്ലോക്ക് ഉണ്ട്. അപ്പം ഞാൻ ഈ ഓർഡർ ബ്ലോക്കിൽ നിന്ന് സെല്ലാണ് എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷെ പ്രൈസ് ആ ഒരു രീതിയിലോട്ട് റീട്രേസ് ചെയ്തില്ല. പ്രൈസ് ഒറ്റയടിക്ക് സെല്ലായിരുന്നു. ഇപ്പം ഏത് വീഡിയോ കാണുവാണെങ്കിൽ നിനക്ക് മനസ്സിലാവും. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രൈസ് ഒരു പ്രീമിയം ഡിസ്കൗണ്ട് എന്നുള്ള രീതിയിൽ പോയാൽ മാത്രമേ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. ഇവിടെ അങ്ങനെ ഒരു പ്രീമിയം രീതിയിലായിട്ട് വരാത്തതുകൊണ്ട്
പ്രൈസ് നമുക്ക് സെല് ചെയ്യാൻ പറ്റിയില്ല ഇന്ന്. പക്ഷേ നമ്മുടെ അനാലിസിസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരുന്നു. ഇതായിരുന്നു ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ. ഇത്രേ ഉള്ളൂ.